ഒരു സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് റെനോൾട്ട് ലോഗനാണ് വണ്ടി. കംപ്ലൈൻറ്റ് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ ക്യാം സെൻസർ കംപ്ലൈൻറ്റ് എന്നാണ് കാണിക്കുന്നത്. സ്റ്റാർട്ടിങ് ഡിലേ ആയിരുന്നു പ്രശ്നം. ക്യാം സെൻസർ കംപ്ലൈൻറ്റ് എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ക്യാം സെൻസർ മാറ്റി വയ്ക്കി. ഇതിപ്പോൾ ഈ കാണുന്നത് ക്യാം പുള്ളിയുണ്ട്. ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളിയാണ് ഈ സാധനം കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ്, താഴത്തെ ക്രാങ്ക് ഷാഫ്റ്റ്, മുകളിൽ ക്യാം ഷാഫ്റ്റ് വരും. അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വണ്ടികളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാം സെൻസർ സിഗ്നൽ എടുക്കുന്നത് ക്യാം പുള്ളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റിൽ നിന്നായിരിക്കും. പക്ഷേ നമ്മുടെ റെനോൾട്ട് ലോഗൺ, അതുപോലെ നിസാൻ മൈക്ര, സണ്ണി, റെനോൾട്ട് ഡസ്റ്റർ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ അതായത് ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളിയിൽ നിന്നോ ക്യാം ഷാഫ്റ്റിൽ നിന്ന് അല്ല നമ്മൾ സിഗ്നൽ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ക്യാമിൻ്റെ സിഗ്നൽ എടുക്കുന്നത് അതെടുക്കുന്നത് പമ്പിൻ്റെ പുള്ളിയിൽ നിന്നാണ്. വെച്ചാൽ FIPയുടെ പുള്ളിയിൽ നിന്നാണ് സിഗ്നൽ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പമ്പിൻ്റെ പുള്ളി, ഇത് ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളിയാണ്, പക്ഷേ ഈ പുള്ളിയിലല്ല കംപ്ലൈൻറ്റ് വരിക, പമ്പിൻ്റെ പുള്ളിയിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലാണ് ക്യാം സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ക്യാം സെൻസർ, അതായത് ക്യാമിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിലെ ക്യാം സെൻസർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാം സെൻസർ ചേഞ്ച് ചെയ്തതിന് ശേഷം അടുത്ത് നോക്കുന്ന സാധാരണ ക്യാമിൻ്റെ പുള്ളിയായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള വണ്ടികൾ ഒരിക്കലും ക്യാമിൻ്റെ പുള്ളിയോ അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റിലോ പോയി ചെന്ന് ചെക്ക് ചെയ്യരുത്. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പമ്പിൻ്റെ പുള്ളിയിലാണ്. പമ്പിൻ്റെ പുള്ളി കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് സ്റ്റാർട്ടിങ് ഡിലേ വരുന്നത് കേട്ടോ. നമ്മൾ പമ്പിൻ്റെ പുള്ളി ചേഞ്ച് ചെയ്തതിന് ശേഷം ആ കംപ്ലൈൻറ്റ് മാറി കിട്ടി. അപ്പോൾ ആ പമ്പിൻ്റെ പുള്ളിയുടെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. കംപ്ലൈൻറ്റ്സ് ക്ലിയർ ചെയ്യാനായിട്ട്, ഈ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ECM നമ്മൾ മാറ്റി വെച്ച് നോക്കിയിരുന്നു. കാര്യം പമ്പിൻ്റെ പുള്ളി, അതുപോലെ തന്നെ പമ്പിൻ്റെ പുള്ളി പോട്ടെ, ക്യാമിൻ്റെ പുള്ളി, അതുപോലെ തന്നെ ക്യാം സെൻസർ, വയറിങ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി. ECM മാറ്റി വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ പമ്പ് അസംബ്ലി തന്നെ വേറെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ കംപ്ലൈൻറ്റ് കൺഫേം ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വിളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സ്റ്റാർട്ടിൻ്റെ ക്യാം സെൻസർ കംപ്ലൈൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ, ക്യാം സെൻസർ മാറ്റിയിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് പമ്പിൻ്റെ പുള്ളി ചെയ്ത് നോക്കാന്നുള്ളതാണ്. അപ്പോൾ പമ്പിൻ്റെ പുള്ളി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട 80% കംപ്ലൈൻറ്റുകളും മാറാറുണ്ട്, സ്റ്റാർട്ടിങ്ങിലുള്ള കംപ്ലൈൻറ്റ് മാറാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് കിട്ടിയ കുറേ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് നിങ്ങളെ ഷെയർ ചെയ്യുന്നുള്ളൂ. ആരും ഇതും പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് തളർത്താൻ നിൽക്കുന്നത്, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാത്ത. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം.